നമുക്ക് ഈ ഫാമിലിയെ കുറിച്ച് വളരെ അടുത്ത് അറിയാവുന്നതാണ്. പിന്നെ മോളുടെ കല്യാണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്താ പറയാ, ഇനി ഇവർ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ജീവിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. കുടുംബാംഗങ്ങളും എല്ലാവർക്കും ആരോഗ്യ സൗഖ്യവും ഞാൻ നേരുകയാണ്. സോ കൺഗ്രാറ്റ്സ് ബോത്ത്. ശരിക്കും പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഫാമിലിയിൽ മുമ്പ് ഒരു കല്യാണത്തിന് പോലെ ആദ്യത്തെ കല്യാണത്തിനാണ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മകളുടെ കല്യാണം. ഒരർത്ഥത്തിൽ ഇത് എൻ്റെ മകളുടെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആദ്യത്തെ കല്യാണമാണ് മകളുടെ കല്യാണം. ആ രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവർക്ക് രണ്ടുപേരും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കല്യാണത്തൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വീട്ടുകൊണ്ട് കെട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആനന്ദ് ടിപ്പിളിനെ പരിചയപ്പെട്ടതിന് മുമ്പ് തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അതിനുശേഷമാണ് ആനന്ദ് ടിപ്പിളിനെ പരിചയപ്പെട്ടത്. അതിലേക്ക് അവർ വിവാഹം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളായി ഇവർ രണ്ടുപേരും പഠിക്കുന്ന സമയത്തും ഇവർ മോള് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉദ്യോഗത്തിൽ കയറി ക്യാബിൻ ക്രൂവായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഈ സമയത്തൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇങ്ങനൊരു സന്ദർഭം കിട്ടിയ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഒരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ഇത്രയും വർഷമായി സത്യം പറഞ്ഞാൽ ഈ അവസരത്തിലാണ് എനിക്ക് ഇത്രയും പ്രായമായെന്ന് മനസ്സിലാവുന്നത്. കാരണം കുഞ്ഞുങ്ങളൊക്കെ വലുതായി അവരുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടേ ശരിക്കും അങ്ങനെ ഒരു അനുഭവം എനിക്ക് സമ്മാനിച്ചത് ആനന്ദിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് എനിക്ക് ഒരു വലിയ നീണ്ട ഒരു നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പക്ഷെ ആനന്ദം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സീരിയൽ എടുത്തു പറയാം. എല്ലാവരും പറയുന്നത് നിങ്ങളുടെ സീരിയലും മമ്മൂട്ടിയാണ് എടുത്തു പറയുന്നത് കേട്ടോ. ഒന്നും കൊണ്ടല്ല, അത്രയ്ക്ക് പലരും പറയും കുറച്ചൊക്കെ ഒരു വെയിറ്റ് ഉണ്ട്, ചാറ എടുത്തൊക്കെ ഇടയ്ക്ക് ചിലർക്ക് പറയുമെങ്കിലും കൃത്യം പറയാൻ ഹൃദയം കൊണ്ട് എപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഹൃദയം കൊണ്ട് എനിക്കിവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച മനസ്സോട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ ചേച്ചി അതേപോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് അത്ര ഏറ്റവും വലിയൊരു കാര്യമാണ്. ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കള് വളരെ തുല്യമായിരുന്നു. ഞാൻ നാലഞ്ച് സീരിയൽ ഒരുമിച്ച് ഞങ്ങൾ ചെയ്തു. പക്ഷെ ഇവിടെ ഇത്രയും നല്ലതായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓരേ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും ചെറിയ ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒത്തിരി വലുതായി വന്നിട്ട് കല്യാണമൊക്കെ ആയിരുന്നു ചേച്ചേട്ടൻ പറഞ്ഞതുപോലെ. എന്തായാലും രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് നാൾ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബാബ എന്ന സീരിയലിൽ ഡിംപിളിന്റെയും അനൂപ്കുമാറിന്റെയും കൂടെ ആക്ട് ചെയ്തതാണ്. ശരത് പിന്നെ ചേട്ടൻ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് ആക്ട് ചെയ്തു. ആ സമയത്താണ് ഞാൻ വിവാഹിതയായത്. എൻ്റെ ഭർത്താവ്. ആ സമയത്താണ് ഡിംപിളും അനൂപ്കുമാറും മാരീഡ് ആവുന്നത്. അങ്ങനെ ഇപ്പോൾ അവരുടെ വെഡിങ് അറ്റൻഡ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു കോൾ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. Bride and groom, wishing them all the best for a very happy married life and wishing all the success for a wonderful life ahead. Thank you. Wish you very happy married life. എൻ്റെ പേര് ശ്യാം ഗണേഷ്, ചെന്നൈയിലാണ്. അനന്ത്കുമാർ എൻ്റെ കൂടെയാണ് ആദ്യം ചെന്നൈയിൽ തമിഴിലാണ് ആക്ട് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും തമിഴിലാണ് തുടങ്ങിയത്. അനന്ത് പിന്നെ മലയാളത്തിൽ റിലീസ് ആയി. എങ്ങനെ ഈ കല്യാണത്തിന് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ചെന്നൈയിൽ നിന്ന് രാവിലെ വൈകിട്ട് വന്നാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. ഐ വിഷ് യു വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും ചെന്നൈയിലേക്ക് ഫാമിലിയായിട്ടാണെന്നത് കാരണം എല്ലാവരും വരണം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. Thank you so much. Thank you. അനന്ത്കുമാറുമായിട്ട് എനിക്കൊരു 4 നൂറ്റാണ്ടിലേറെ ഉള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഇത്തരത്തിൽ
ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത്തരം സൗഹൃദം ഇത്രയും കാലം നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അത് ആനന്ദിന്റെ വ്യക്തിത്വത്തിന്റെയും അദ്ദേഹത്തിന്റെ ഒരു നന്മയുടെയും അതാണ് അതിന്റെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ നന്മ ആനന്ദിന്റെ ഫാമിലിക്കുമുണ്ട്, അഗ്നിക്കുമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വെരി ഹാപ്പി മാരീഡ് ലൈഫ് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയെ വളരെ കുഞ്ഞുകാലത്ത് തന്നെ എൻ്റെ കുട്ടികളോടൊപ്പം ഞങ്ങൾ ഒന്നിച്ച് അനവധി സമയം ചെലവഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് താങ്ക് യു. പന്ത്രണ്ട് മോളെ കല്യാണം തന്നത് ഒത്തിരി സന്തോഷം. നിങ്ങൾ രണ്ടുപേർക്കും ഒത്തിരി ആയുസും സന്തോഷം. നിങ്ങളുടെ ജീവിതം ഒത്തിരി സ്വീറ്റ് ആയിരിക്കട്ടെ. അപ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ആനന്ദയുടെ മോള് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കസിൻസാണ്. അപ്പം അവനെക്കുറിച്ച് പറയണല്ലോ അല്ലേ? വേണമല്ലോ. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. തുടർന്ന് നമ്മുടെ കൽപ്പിപ്പാട്ടി ഫാമിലിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അവർക്കൊരു ഗിഫ്റ്റ് ഈ ഒരു സമയം നൽകാനുണ്ട്. ഫാമിലിനെ ആഫ്റ്റർ ദിസ് ഫോട്ടോ ഒരിക്കൽ കൂടെ ഞാൻ ക്ഷണിക്കുന്നു.